അപ്പോൾ ചേച്ചിക്ക് എന്തായാലും ഒരു കോളേജ് ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ 20-22 വയസ്സിലൊക്കെ പോവാളോ? എൻ്റെ പൊന്നെ, അന്നേ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അന്ന് വൺ വേർഡ് ആൻസർ ആണ്, ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് കഴിഞ്ഞ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കാര്യം വയസ്സാം കാലത്ത് ഇവർക്ക് വീട്ടിൽ ഇരുന്നുണ്ട് ഇങ്ങനെ പറയായിരുന്നു, ഇത്രയും റിസ്ക് എടുത്തിട്ട് പോകണോ? എങ്ങനെയുണ്ട് അത് ശരിക്കും പോയൊരു എക്സ്പീരിയൻസ്? പിന്നെ സൂപ്പർ എക്സ്പീരിയൻസാ അത്. വേറെ തന്നെ ഒരു ഭയം. നമ്മളിപ്പോൾ ഒരു ഫോറിൻ രാജ്യത്ത് പോകുന്ന പോലെയല്ല. ഇങ്ങനെ പലരും പറയാറില്ലേ, ഹസ്ബൻഡ് ഉള്ള സമയത്ത് ഇവക്ക് പൊക്കൂടായിരുന്നോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ലായിരുന്നു? ആൾക്കാർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ട്, നമുക്കെന്താണ് ഒരു പ്രശ്നമില്ല. അവർക്കറിയാം അമ്മ പോയാൽ തിരിച്ചു വരും. അത്ര ബോൾഡ് ആയിട്ടുള്ള ആളാണ് നമുക്കറിയാം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊരു പ്രതിസന്ധികളുണ്ടോ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ തരണം ചെയ്ത് പോകണം. ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും പറ്റാത്തതും അത് തന്നെയായിരിക്കും, അതിൻ്റെ റീസൺ ആയിരിക്കും ഇതും. എന്നതാടിയത് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, എല്ലാവർക്കും നമസ്കാരം. 1 to ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ച് അങ്ങ് എവറസ്റ്റ് വരെ എത്തിയ ഒരാളാണ് വസന്തി ചേച്ചി. ചേച്ചി സ്വാഗതം. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? സുഖമായിരിക്കുന്നു. നല്ല വിശേഷം. നല്ല വിശേഷം. പുതിയ വിശേഷം എന്ന് പറയുന്നത് ചേച്ചിയാണ് എവറസ്റ്റ് വരെ പോയി. എന്താ അതിനുള്ള കാരണമൊക്കെ എന്താ? എങ്ങനെ തോന്നി എവറസ്റ്റ് വരെ പോകാനായിട്ട്? ഒരാഗ്രഹത്തിന്റെ പുറത്ത് പോയതാ. ആഗ്രഹം കുഞ്ഞുനാളിലെ നമ്മൾ കുഞ്ഞുനാളിലെ തൊട്ട് കേൾക്കുന്നതാണല്ലോ, നമ്മൾ പഠിക്കുന്നതാണല്ലോ എവറസ്റ്റ് ഏറ്റവും വലിയ കൊടുമുടിയാണ്. അപ്പം അന്നേരം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം ഇങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത്, കാണണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അന്നേരം നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ. പിന്നീടാണല്ലോ ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ പോയ ആൾക്കാരെ ട്രാവൽ വ്ളോഗ്സ് നമ്മൾ അറിയുന്നത്, ഇങ്ങനെയൊക്കെ പോയ ആൾക്കാരെ കുറിച്ച് അറിയുന്നതും പിന്നെ പഠിക്കുന്നതും എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റുമെന്നൊക്കെ അറിയുന്നതൊക്കെ ഇങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും പോയേ പറ്റുമെന്നൊരാഗ്രഹം. എവറസ്റ്റ് നേരിട്ട് കാണണമെന്ന് ഭയങ്കര വലിയൊരാഗ്രഹം. കുഞ്ഞിലേ തുടങ്ങിയ ആഗ്രഹമാണ് അത്. അന്നേരം നമ്മളത് അവിടെ മാറ്റി വെച്ചല്ലോ. പിന്നെ സാഹചര്യം ഒത്ത് വന്നപ്പോഴാണല്ലോ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് എന്തായാലും ഒരു കോളേജ് ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ 20-22 വയസ്സിലൊക്കെ പോവാളോ? എൻ്റെ പൊന്നെ, അന്നേരം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അന്ന് വൺ വേർഡ് ആൻസർ ആണ്, ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് കഴിഞ്ഞ് സ്റ്റോപ്പ്. നമ്മളൊന്നും അറിയുന്നില്ലല്ലോ ഇതിനെ പറ്റിയിട്ട്. പഠിക്കാൻ മാത്രം നമുക്കൊന്നും ഒരൊറ്റ ഉത്തരം ഒരു ആൻസർ അത്രയും നമ്മൾ പഠിക്കുന്നില്ല പണ്ട് അല്ലെ കുഞ്ഞുനാളിൽ. പിന്നെ ഈ യൂട്യൂബ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായി നമ്മൾ പഠിക്കുന്നത് അറിയുന്നത്. അങ്ങനെയാണ്. ഇതിപ്പം ഈ ആഗ്രഹം സ്വന്തമായിട്ട് തന്നെയാണോ സാധിച്ചത്? സ്വന്തമായിട്ട് സാധിച്ചത്. എൻ്റെ മക്കൾ എന്നെ സപ്പോർട്ടാണ്, എന്നാലും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്തു. എന്നാലും അത്യാവശ്യം എവറസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ചിലവ് യാത്രയ്ക്കായാലും എല്ലാത്തിനും വേണ്ടി വരും. അപ്പോൾ എത്രത്തോളം രൂപ ചിലവായിട്ടുണ്ട് ഈ കാര്യത്തിന്? അതായത് ശരിക്കും 1 ലക്ഷം വേണ്ടി വരുമായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ച് ഹെലികോപ്റ്ററിൽ വന്നതുകൊണ്ടാണ് എനിക്ക് 1.25 ലക്ഷത്തോളം 80,000 ഹെലികോപ്റ്ററിന് വേണ്ടി വന്നിട്ടുണ്ട്. 80,000 അതിലധികം വേണ്ടി വരുമായിരുന്നു ഷെയർ കിട്ടിയില്ലെങ്കിൽ. $17,000 ആദ്യം പറഞ്ഞത് എന്നോട്. അപ്പം ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ എത്തുന്നതിന് ഒരു 2 മിനിറ്റ് മുന്നെയാണ് വന്നിട്ട് അപ്പുറത്തെ ഹോട്ടലിലത്തെ ചങ്ങായി വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഹെലികോപ്റ്റർ ഷെയർ ചെയ്യുന്നതിന് വല്ല വിരോധമുണ്ടോ? എൻ്റെ പൊന്നെ, ഒരു വിരോധമില്ല. സന്തോഷം. അപ്പൊ ഹെലികോപ്റ്റർ ഒരു ആഗ്രഹമായിരുന്നു അതിൽ കയറണം. ഇവിടുന്ന് പോകുമ്പോഴേ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, എനിക്ക് ഹെലികോപ്റ്റർ കയറുന്ന വലിയ ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ബോഡി അത്ര മീൻസ് നമ്മൾ കയറിയത് മൊത്തം ഇറങ്ങണമല്ലോ. അപ്പോൾ വല്ല വീക്ക്നെസ് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഹെലികോപ്റ്ററിൽ വരുമല്ലോ. അല്ലാണ്ടായാലും എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അന്നേരം പോകുമ്പോഴേ. അപ്പോൾ ഞാൻ അഥവാ ഒരു മണി ഞാനിപ്പോൾ കൊണ്ടുപോയത് 70,000 രൂപയായിരുന്നു. പിന്നെ മറ്റുള്ളത് നേരത്തെ ചെയ്തല്ലോ, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതും ഹോട്ടൽ ബുക്കിംഗ് നേരത്തെ നടത്തിയതാണ്. അപ്പം ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അടുത്ത് കയ്യിൽ 70,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നു. അത് ഞാനൊരു വള വെച്ചിട്ടാണ് ബാങ്കിൽ വെച്ചിട്ടാണ് പോയത്. പിന്നെ എൻ്റെ ഒരു മാലയാണ്. അതേ മക്കളുടെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും പണത്തിന് അത്യാവശ്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റാക്കിയിട്ട് എനിക്ക് പണം അയച്ചിരണം. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 1.25 ലക്ഷം കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് ശരിക്കും പോയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ച് തന്നെ സമ്പാദ്യം ഞാൻ പണിയെടുത്ത് കിട്ടുന്നത് കുറച്ച് സൂക്ഷിച്ച് വെച്ചത് അതും. ചേച്ചി എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അതിൽ നിന്ന് എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട്? ഞാൻ
ഒരു 37-40 വർഷമായിട്ട് ഞാൻ ടൈലറാണ്. തയ്യൽക്കാരിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആദ്യമൊക്കെ നല്ല വരുമാനമായിരുന്നു. അങ്ങനെ നമ്മൾ മക്കളൊക്കെ പഠിപ്പിച്ചതല്ലേ, വീടുണ്ടാക്കിയതും ഒക്കെ അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടായിരുന്നു. പിന്നെ ഇപ്പം തയ്യൽ കുറേ കുറവാണല്ലോ. അത് കാരണം പിന്നെ എനക്കും അത്ര പണ്ടൊക്കെ ഞാൻ എന്താ പറയുക ഉറക്കൊഴിഞ്ഞൊക്കെ അത്രയും റിസ്ക് എടുത്ത് പണിയെടുക്കുമായിരുന്നു. ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി അത്രേ പണിയുള്ളൂ. എന്നാലും ജീവിച്ചു പോകാനുള്ള പണിയുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന വരുമാനം തയ്യല് ചെയ്തിട്ട് എത്ര നാളും ഉണ്ടായി പൈസ ഇങ്ങനെ കൂട്ടി വെച്ചത്? അത് ഒരു വർഷം എടുത്തിട്ടുണ്ടോ. ഒന്നിനും ചിലവാക്കാതെ ഇങ്ങനെ ഇതിനു വേണ്ടി മാറ്റി വെച്ചു? അങ്ങനെയല്ല, ചിലവ് കഴിച്ചിട്ട് നമ്മളിപ്പം ഒരു 500 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ അങ്ങോട്ട് മാറ്റി വെക്കും. അങ്ങനെ വെച്ച് പിന്നെ അത് പെട്ടെന്നൊരാവശ്യം 100 രൂപ എടുക്കുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്നതിൽ നിന്ന് ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചതാണ്. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഈ ഇത്രയും ദൂരമൊക്കെ പോകണമെന്ന് മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾ എന്താ പറയുക? ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിക്കോ പറഞ്ഞു. 2 ആൺമക്കൾ എന്നല്ലേ പറഞ്ഞു. അപ്പൊ അതിൽ ഒരാൾ പോലും പറഞ്ഞില്ല അമ്മയ്ക്ക് പ്രായമായില്ല, അത്ര ദൂരം എങ്ങനെ ഒറ്റയ്ക്ക് പോകില്ലേ, അങ്ങനത്തെ സേഫ് ആയിരിക്കോ എന്നൊക്കെ? അവർക്കറിയാം അമ്മ പോയാൽ തിരിച്ചു വരും. അത്ര ബോൾഡ് ആയിട്ടുള്ള ആളാണ് അമ്മക്കറിയാം. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഈ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ബന്ധുക്കളടുത്ത് ഞാൻ പോകുന്നതിന് 2 ആഴ്ച മുന്നേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവർ പറഞ്ഞു വാസന്തി നീ ഇത്രയും റിസ്ക് എടുത്തിട്ട് പോകണോ ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് 2 ആഴ്ച കൊണ്ട് വിചാരിക്കുന്നതല്ലല്ലോ, ഞാനിത് 1 വർഷം ആയിട്ട് മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുന്നതും പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു 6 മാസത്തോളം ഞാൻ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ വിഷയമൊന്നുമില്ല, ഞാൻ എന്തായാലും പോയിരിക്കും. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ പോകും. അതാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വയസ്സായില്ലേ വീട്ടിൽ ഇരിക്കാനുള്ള പ്രായത്തിൽ നിങ്ങൾക്ക് പ്രാന്താണ്? അല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കാര്യം വയസ്സാം കാലത്ത് ഇവർക്ക് വീട്ടിൽ ഇരുന്നൂടെ? ഇല്ല, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറയായിരുന്നു ഇത്രയും റിസ്ക് എടുത്തിട്ട് പോകണോ, ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, എന്നാലും ഇത്രയും ഈ തണുപ്പത്ത് ഇങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ ചോദിച്ചവരുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും പോയൊരു എക്സ്പീരിയൻസ്? പിന്നെ സൂപ്പർ എക്സ്പീരിയൻസാണ്. അത് വേറെ തന്നെ ഒരു വൈബ്. നമ്മളിപ്പോൾ ഒരു ഫോറിൻ രാജ്യത്ത് പോകുന്ന പോലെയല്ല, അത് വേറെ തന്നെ ഒരു വൈബാണ്. അവിടെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വ്യത്യസ്തമായ അനുഭവമാണ് അവിടെ. കാരണം അവിടുത്തെ ആൾക്കാർ എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ട് അവിടെ ജീവിക്കുന്നതെന്ന് നമുക്ക് പോയി മനസ്സിലാക്കിയാൽ കണ്ടാലേ അറിയാൻ പറ്റില്ല. കാരണം ഈ തണുപ്പത്ത് ഈ കൊടും തണുപ്പ് ശാരിക്ക് അത്രയും അത് മീൻസ് അത് അവരുടെ നേറ്റീവ് പ്ലേസ് ആണെങ്കിലും കൂടി എന്നാലും അവർ ഇത്രയും തണുപ്പത്തോടെ ജീവിക്കുന്നില്ലേ. അതൊരു സംഭവമാണ്. ഇനി ഒരവസരം കൂടി കിട്ടി അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമോ? അവസരം കിട്ടിയാൽ പോകുമെന്ന് ചോദിച്ചാൽ പോകില്ലാന്നായിരിക്കും. അതെന്തുകൊണ്ടാ? അത്രയും റിസ്ക്കാണ്. അപ്പം അത്രയും റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ട് അതെന്തുകൊണ്ട് അത്ര ഏറ്റെടുത്തേ? കാണണമെന്ന് വിചാരിച്ചിട്ട് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പോയതാണ്. അപ്പം എത്ര ദിവസത്തെ ട്രിപ്പായിരുന്നു? എപ്പോഴാണ് പോയത്, എപ്പോഴാണ് തിരിച്ചു വന്നേ? ഇവിടുന്ന് പോയത് ഫെബ്രുവരി 9-ാം തീയതി, ഇവിടെ തിരിച്ചെത്തിയത് മാർച്ച് 2-ാം തീയതി. അത്ര ഏകദേശം 1 മാസത്തോളം ഉണ്ടായിരുന്നല്ലേ? 1 മാസം അവിടെ എങ്ങനെ സർവൈവ് ചെയ്തേ? പക്ഷെ 1 മാസം അവിടെ 1 മാസം അവിടെ വേണ്ടി വന്നില്ല, മൊത്തം ട്രിപ്പാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇവിടുന്ന് 9-ാം തീയതി പോയി 10-11 മൈസൂരിൻ്റെ മക്കളെടുത്ത് താമസിച്ചു. പിന്നെ 11-ാം തീയതി വൈകുന്നേരമാണ് ഞാൻ ബാംഗ്ലൂരേക്ക് പോകുന്നത്. അവിടുന്നാണ് കാഠ്മണ്ഡുവിലേക്ക് പോകുന്നത്. പിന്നെ 12-ാം തീയതി അവിടുന്ന് സാധനങ്ങളൊക്കെ റെൻ്റ് എടുത്തു. പിന്നെ 13-ാം തീയതിയാണ് തിരിച്ച്, അതായത് ലുക്ലയിലേക്ക് വരണം. അപ്പോൾ കാഠ്മണ്ഡുവിലേക്ക് ത്രിഭുവന എയർപോർട്ടിലേക്ക് വന്നു ലുക്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അറിയുന്നത് ലുക്ലയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലാണെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഒരു 10 മണി വരെയൊക്കെ അവിടെ നിന്നു. മീൻസ് അവർ കുറച്ച് വെയിറ്റ് ചെയ്ത് അവിടെ വെതർ ശരിയാണെങ്കിൽ പോവും, നല്ലതാണെങ്കിൽ പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. 10 മണിയായപ്പം അവർ അവിടെ എഴുതി വെച്ചു ക്യാൻസലാണ്, പോവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ കൂടെ തന്നെ മീൻസ് അത് എന്നെ പോലെ തന്നെ ലുക്ലയിലേക്ക് പോകുന്ന ജർമ്മൻ കപ്പിളുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഫ്ലൈറ്റിൽ തന്നെ പോകണം നിർബന്ധമുണ്ടോ അതോ നമ്മുടെ കൂടെ സെല്ലേരി വഴി കാറിൽ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനാണെങ്കിൽ അത് വീടിന് ആഗ്രഹിച്ചതായിരുന്നു, സെല്ലേരി വഴി എനിക്ക് തിരിച്ച് വരുമ്പോൾ അങ്ങ് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പം അത് മൊത്തം കവർ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നിക്കിൽ അങ്ങോട്ട് പോകുമ്പം
സെല്ലരി വഴി പോകും, അല്ലെങ്കിൽ തിരിച്ച് സെല്ലരി വഴി വരും. അങ്ങനെ ആയിരുന്നു എൻ്റെ ഇത്. അപ്പം പിന്നെ കുഴപ്പമില്ല, ഐ ആം റെഡി. അപ്പം 36,000 രൂപയായിരുന്നു ഈ കാറിന് കൊടുക്കേണ്ടത്. നമ്മൾ 3 ആളും. അപ്പോൾ ഒരാൾക്ക് 12,000 രൂപയാണ്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ക്യാൻസലാക്കി, മീൻസ് റീഫണ്ടാക്കി. പിന്നെ ഇവരെ കൂടെ ഐ ആം റെഡി എന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷെ നല്ല മനുഷ്യന്മാരാണേ ജർമ്മൻസ്. അതല്ലേ, അവർ 2 പ്രാവശ്യം EVC പോയ ആൾക്കാരാ. ഓ, അവർക്ക് ഭയങ്കര സ്ട്രെങ്താ. നമ്മളിപ്പോ പെട്ടെന്ന് കാണുന്ന ആൾക്കാർ വിശ്വസിച്ച് എങ്ങനെ കൂടെ പോകും എന്നുള്ളൊരു കൂടി കാണില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയുള്ളവരായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ ജർമ്മൻസ് അല്ലേ, അങ്ങനെ അവരങ്ങനെ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായില്ല. ചേച്ചിക്ക് ഇപ്പം നിലവിൽ എത്ര വയസ്സായി? 59. 59 വയസ്സിലാണ് ഇത്രയും ദൂരം ഇത്രയും ദിവസം പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടൊക്കെ തിരിച്ചു വന്നത്, അത് ഒറ്റയ്ക്ക്. ഇതിൻ്റെ ഒരു നേക്ക് എങ്ങനെയാ? ഈ ഒറ്റയ്ക്ക് പോയി 59-ാമത്തെ വയസ്സിൽ വേറൊന്നും ചിന്തിച്ചില്ലേ? ഇറ്റ്സ് ലൈക്ക് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് എന്താ ഞാൻ ആഗ്രഹിച്ചതാണ്, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ പോയിട്ട് വരും എന്നുള്ള ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പിന്നോട്ടില്ല, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. ആ ലക്ഷ്യത്തിലെത്തിയിട്ട് ഞാൻ തിരിച്ചു വരുമല്ലോ എന്നുള്ള ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അയ്യോ ഒറ്റയ്ക്ക് പോയോ എന്താവും എന്നുള്ളൊരു മനോഭാവത്തിലാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ആ സമയത്താണ് ചേച്ചി ഒറ്റയ്ക്ക്, അതും ഇവിടെ കേരളത്തിലൊന്നും അല്ല, അങ്ങ് പുറത്ത് പോയേക്കുന്നത്. അപ്പോൾ ആൾക്കാരെങ്ങനെ നോക്കിക്കാണും, അവരെന്ത് വിചാരിക്കും? ആൾക്കാരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ട്, എനിക്കെന്താണ് ഒരു പ്രശ്നമില്ല. ഞാൻ എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആൾക്കാരെന്ത് വിചാരിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. മക്കളുണ്ടല്ലോ അല്ലേ സപ്പോർട്ടിന്? മക്കളുണ്ട്. അതാണ്. വീട്ടിൽ വേറെ ആരൊക്കെയല്ലേ? ഇവിടെ എൻ്റെ മക്കളുണ്ട്, 2 മക്കളാണ്, ആൺകുട്ടികളാണ്. പിന്നെ മൂത്താൾ കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയുണ്ട്, നല്ല മോളാണ്. പിന്നെ അവർക്കൊരു കുഞ്ഞുണ്ട്. പിന്നുണ്ട് ഹസ്ബൻഡ് 2 വർഷം മുന്നേ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇങ്ങനെ പലരും പറയാറില്ലേ, ഹസ്ബൻഡ് ഉള്ള സമയത്ത് ഇവക്ക് പൊക്കൂടായിരുന്നോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ലായിരുന്നു? ഇല്ല, അങ്ങനെ കൊണ്ടുപോകുന്നൊരവസ്ഥയിലായിരുന്നില്ല ഭർത്താവ്. കുറച്ച് ഓർമ്മക്കുറവും അൽഷിമേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലുണ്ടായിരുന്നു ഞാൻ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഒരു 5ഓളം വർഷത്തിൽ അങ്ങേർക്ക് നല്ല ഇതായിരുന്നു. ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് സ്ട്രെങ്ത്തൊക്കെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് ഈ ഒരു സമയത്ത്, ഈ സമയത്തെങ്കിലും ഒന്ന് സന്തോഷിക്കണം, അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ യാത്ര. കാരണം അങ്ങേര് ഭയങ്കര നമുക്ക് മനസ്സിലാവും അൽഷിമേഴ്സ് രോഗം വന്ന് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ, മനസ്സിലാവും. അത്രയും ഇതായിരുന്നു. അപ്പോൾ മാനസികമായി ഒത്തിരി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കളോട് ഞാൻ പറഞ്ഞു, എനിക്ക് മാറി നിൽക്കണം, എൻ്റെ മൈൻഡിനൊന്നും എനിക്ക് കൺട്രോൾ ഇങ്ങനെ കുറച്ച് റെസ്റ്റ് ഇങ്ങനെ ഒന്ന് ശരിയാക്കാനുണ്ടെന്ന്. അപ്പോൾ അവരോട് നമ്മന്നൊരു യാത്ര നടത്തിക്കുമോ എവിടെയാണെന്ന് വെച്ചാൽ. അപ്പോൾ നോക്കുമ്പം KSRTC അന്നേരം യാത്ര തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു, KSRTC ബസ് യാത്ര. അപ്പോൾ അവരുടെ കൂടെ ഞാൻ മൂന്നാറിൽ പോയി. ഫസ്റ്റ് യാത്ര അതായിരുന്നു, ഒറ്റയ്ക്കാണ്. അങ്ങനെ തുടങ്ങി അവസാനം ഇവിടെ എത്തിയത്. അങ്ങനെ ആ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു ട്രിപ്പാണ് അവിടം വരെ, എവറസ്റ്റ് വരെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയ ലോങ് ട്രിപ്പ് ഏതായിരുന്നു? ഫസ്റ്റ് പോയ ലോങ് ട്രിപ്പ് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. അത് 1 ഡേ ട്രിപ്പ് അല്ല, 2 ഡേയ്സ് ട്രിപ്പാണ്. അതെ, മൂന്നാറിൽ പോയി 2 ദിവസത്തെ യാത്രയായിരുന്നു മൂന്നാറിൽ പോയത്. പിന്നെ അതുപോലെ വയനാട് പോയി KSRTCൻ്റെ കൂടെ തന്നെ. പിന്നെ എറണാകുളം മറ്റേ നെഫർട്ടിറ്റി, അങ്ങനെയൊക്കെ 4 പ്രാവശ്യം കൊണ്ട് ഇവരെ കൂടെ പോയിട്ടുണ്ടായി. പിന്നെ ഭർത്താവ് ഉള്ള സമയത്തായിരുന്നു ഞാൻ ഒരു ട്രൂപ്പിൻ്റെ കൂടെ അവിടെ പോയി ആന്ധ്രാപ്രദേശ് ഫിലിം സിറ്റിയൊക്കെ കാണാൻ പോയായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ? ട്രൂപ്പിൻ്റെ കൂടെ. ഓക്കെ. ഇവിടെ ഞാൻ ഒറ്റക്ക്. അപ്പോഴും ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആഗ്രഹമുണ്ട് ട്രിപ്പ് പോകണം എന്നൊക്കെ? അല്ല, അന്നേരം ഞാനിങ്ങനെ പോയിക്കോ പറയും. അന്നേരം ഇത്രയും തുടങ്ങിയിട്ടുണ്ടായില്ല, അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ടായില്ല അങ്ങേർക്ക്. അത് പിന്നെ അതായിരിക്കും ഞാൻ ഫസ്റ്റ് പോയ ട്രിപ്പെന്ന് തോന്നുന്നു. അതായത് ഇതിനൊക്കെ മുന്നേ ഒരു 7-8 വർഷം ആയിക്കണം ഫസ്റ്റ് അങ്ങനെ പോയിട്ടുണ്ടായത്. അന്ന് ഞങ്ങൾക്ക് വ്ളോഗൊന്നും ഉണ്ടായില്ല. അതിനൊക്കെ ശേഷമാണ് ഞാൻ വ്ളോഗൊക്കെ തുടങ്ങിയത്.
എല്ലാം ഈ ഇടയ്ക്ക് തുടങ്ങിയ വ്ളോഗ് വ്ളോഗ് ഇപ്പം തുടങ്ങിയിട്ട് 2 വർഷം കണ്ടുപോയി. ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പലരും പറയും ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് അവൾ അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങിയത്, അങ്ങ് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയുന്നത്. അതൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞില്ല, ആരും എന്ത് പറഞ്ഞാൽ എനിക്കൊരു വിഷയമല്ല. എൻ്റെ മനസ്സാക്ഷി എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ ആരാണ് എന്താണെന്ന് എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മറ്റുള്ള ഒന്നും എനിക്ക് വിഷയമല്ല. ഒരു വിഷയമില്ല, ഒരു വിഷയമല്ല. ഇതല്ലാതെ ചേച്ചി ഇതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഇന്നത് സാധിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള, ഇപ്പോഴും വീട്ടിലെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചേച്ചിയുടെ പ്രായത്തിലായാലും അതിലും കുറവായാലും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനം എന്ന രീതിയിൽ ചേച്ചിക്ക് എന്തായിരിക്കും പറയാനുള്ളത്? അതായത് ഞാൻ ഇപ്പം സ്ത്രീകളെന്നുള്ള നിലയിൽ എന്ന് ഇങ്ങനെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഉറങ്ങി വീട്ടിലെ പണിയെല്ലാം എടുത്ത് അങ്ങനെ എന്നും അതുപോലെ ഒരേപോലെ ഇങ്ങനെ പോകാതെ ഒരു 1-2 മാസം അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും അവധിയെടുത്തിട്ട് നമ്മൾക്ക് ഒരു ടൂറ് പോകുന്നതാണെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്ക് നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ പറ്റും അല്ലേ? പിന്നെ ആ തിരിച്ചു വരുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് തന്നെ കുറച്ച് ഒന്ന് മാറി കുറച്ച് ഊർജ്ജസ്വലതയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ അതുപോലെ അടുത്ത വർഷമാകുമ്പോഴും ഈ പ്രാവശ്യം എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെയുള്ളൊരിത് വരും. പിന്നെ സാമ്പത്തികം അവനവനെ ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മളതിന് വേണ്ടി നമ്മൾ സാമ്പത്തികം കളക്ട് ചെയ്ത് വെക്കുമല്ലോ. എന്തായാലും പോകണം. നമ്മൾ ഇന്ന് വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കരുത്. അപ്പോഴും സാമ്പത്തികം ഒരു വലിയ പ്രശ്നമായിരിക്കില്ല എല്ലാവരുടെ വീട്ടിലും. അതായിരിക്കും. അല്ലാന്ന് പറയുന്നില്ല, ആയിരിക്കും. പക്ഷെ നമ്മൾ സ്വന്തം ഒരു വരുമാനം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പറ്റും. അപ്പോൾ ചേച്ചിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും നിലവിൽ വീട്ടിലുണ്ടായിട്ടില്ലേ? ഇപ്പോഴല്ല, മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിന് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തയ്യൽ ജോലി ചെയ്തിട്ട് തന്നെയാണ് മക്കളെ പഠിപ്പിച്ചതും വീടുണ്ടാക്കിയതും അങ്ങനെയൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല, ഇപ്പം കടമൊന്നുമില്ല. കടങ്ങളൊക്കെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്ന് സെറ്റാക്കി കടവും തീർത്ത് വീടും വെച്ച് മക്കളെ സെറ്റാക്കിയതിന് ശേഷമാണ് ശരിക്കും ചേച്ചിയുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഇറങ്ങിയത്. കാരണം ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ എന്നെ കൊണ്ട്. അതാണ്. മക്കളായാലും അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ എൻ്റെ യാത്ര കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. എന്നാലും അവരെന്നെ സഹായിക്കും. അപ്പോഴും ചിലർ പറയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പൈസ കിട്ടിയപ്പോൾ അവളങ്ങ് കറങ്ങാൻ സന്തോഷിക്കാൻ അങ്ങ് പോയേക്കുക. എത്രയോ പേര് ആഹാരം പോലും കഴിക്കാതെ കിടക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് വന്ന് മേടിച്ചു കൊടുത്താൽ അത്രയും സന്തോഷം കിട്ടില്ലേ? ഈ പ്രായത്തിൽ ഭ്രാന്ത് അത് ഇതെന്നൊക്കെ പറയുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അല്ല, അങ്ങനെയല്ല. അവനവൻ്റെ ആഗ്രഹം അവനല്ലാണ്ട് പിന്നെ ആരും സാധിപ്പിച്ചു തരുമോ? ഇല്ലല്ലോ. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, കൊടുക്കാം. അവന് താല്പര്യമുണ്ട്, അത്രയും നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാം. അതിനൊന്നും നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണ്ടേ? അല്ലാണ്ട് നമ്മളെങ്ങനെ ലോകം കാണുന്നേ അല്ലേ? അങ്ങനെ മറ്റുള്ള സഹായിക്കാണ്ടൊന്നും ഞാൻ പറയുന്നില്ല. സഹായിക്കാം, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ സഹായിക്കാം. എത്രയോ ആൾക്കാർ ഭക്ഷണം കിട്ടാത്തവരുണ്ട്, ഒരുപാട് പേര് ഉണ്ട്. ശരിയാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹം നമ്മളായി തന്നെ സാധിപ്പിക്കണം. അപ്പോൾ ചേച്ചിക്ക് ഇനിയും ട്രിപ്പ് പോയ സമയത്ത് ആരെങ്കിലും കൂടെ വേണം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ കൂടെ വേണം, ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് അടിച്ചു പൊളിച്ച് ഒരു വൈബാക്കാന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ആഗ്രഹം എനിക്കില്ല. അതെനിക്ക് ഇഷ്ടമില്ല. എനിക്ക് സോളോ യാത്രയാണ് ഇഷ്ടം. സോളോയാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരാളെ കൂട്ടി നമ്മൾ അതേ വൈബ് തന്നെ ആയിരിക്കണം എന്നില്ല. അവരുടെ മനസ്സിൽ ചിലപ്പോൾ വേറെ ആയിരിക്കാം. ചിലപ്പം നമ്മളിപ്പോൾ നടക്കാൻ പറ്റാത്ത ഒരാളായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫുഡ് കഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആക്കും. ഇപ്പം ഞാനിപ്പോൾ തായ്ലൻഡിൽ പോയത് ഫുള്ളും ബൈക്കിലായിരുന്നു കറങ്ങിയത്. അപ്പോൾ ഒരാൾ കൂടെ ഉണ്ടാകുമ്പം അവർക്ക് ചിലപ്പോൾ അതിനെ പറ്റിയത്, അവർക്ക് ചിലപ്പോൾ ടാക്സി വേണ്ടി വരും. കാരണം എന്തായാലും ശരിയാവില്ല. അതാണ്. അപ്പോൾ ഇനി ട്രിപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിലും ഒറ്റയ്ക്ക് സോളോ യാത്രയാണ് എനിക്കിഷ്ടം. സോളോ യാത്ര തന്നെയാണ്. അപ്പോൾ ചേച്ചി പോയ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? ഇപ്പം എവറസ്റ്റ് കയറാനായാലും അവിടെ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്? അവിടെ സാഹചര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ഫുഡാണ്. ഇവിടുത്തെ ഫുഡല്ലല്ലോ അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് താൽബാത്ത് പറഞ്ഞിട്ട് ഒരു സംഗതി കിട്ടും. കുറച്ച് ചോറും ചെറുപയർ കറിയും
പിന്നെ ഇവിടുത്തെ കോളിഫ്ലവർ പോലത്തെ ഒരു ഇലയൊക്കെ വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ ബീഫ് ഉള്ള കറി കിട്ടും, അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ മേലോട്ടെത്തുമ്പോഴേക്കും അതൊന്നും കിട്ടൂല. പിന്നെ അവിടെ നല്ല പൈസയാണ്, എക്സ്പെൻസീവാണ് ഫുഡിന്, ഭയങ്കര പൈസയാണ്. 2 ബോയിൽഡ് എഗ്സിനൊക്കെ കൊടുക്കണം 350 രൂപ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അധികം രാവിലെ 2 എഗ്ഗ് 2 പുഴുങ്ങിയ മുട്ട വാങ്ങും. ഒന്ന് രാവിലെ കഴിക്കും, ഒന്ന് രാത്രിത്തേക്ക് വേണ്ടി മാറ്റി വെക്കും, വന്നിട്ടാകുമ്പോൾ കഴിക്കാൻ. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഇവിടുന്ന് ഡേറ്റ്സും കുറച്ച് നട്ട്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആദ്യഘട്ടത്തിൽ ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ കുറച്ച് 2-3 സ്റ്റെപ്പ് മേലെ എത്തും ഭയങ്കര തണുപ്പായില്ലേ. തണുപ്പായപ്പം കൊണ്ടുപോയി ചോക്ലേറ്റൊക്കെ നല്ല മരക്കട്ട പോലെ ഇരിക്കും, ഹാർഡായിട്ട് തിന്നാൻ പറ്റില്ല. പിന്നെ നമ്മളെ ബോഡിയും അതിനത്ര ഒട്ടും എന്താണ് അത്ര നമുക്കത് സ്വീകരിക്കാനുള്ളൊരു മനസ്സും ഉണ്ടാവില്ല, തിന്നാനുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല. കാരണം ഭയങ്കര തണുപ്പാണ്, ഗ്ലൗസ് ഇട്ടാലും ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ചൂടുവെള്ളം കുടിക്കാനേ തോന്നില്ലൊന്നും. അത് ചൂടില്ലത് എന്തെങ്കിലും വാട്ടർ, അതായത് നമ്മൾ പിന്നെ കഴിക്കുന്നത് ഗാർലിക് സൂപ്പ്, പിന്നെ ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് താഴെ കുറച്ച് എത്തുമ്പോഴും നല്ല സൂപ്പായിട്ട് കിട്ടുമായിരുന്നു. പിന്നെ മേലെ എത്തുമ്പോൾ പിന്നെ അത് വെറും വെള്ളമായിട്ട് മാറും, പേര് മാത്രമേ ഉണ്ടാവില്ല. കാരണം അതങ്ങനെ പറ്റും അവർക്ക്, താഴ്ന്ന് കൊണ്ടുപോയിട്ട് വേണം അവർ നമുക്ക് ഫുഡ് തരാൻ. അപ്പോൾ അത്രയും പൈസയും കൊടുക്കണം. ഒരു ഗാർലിക് സൂപ്പിനൊക്കെ 600 രൂപയൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് ചെറിയൊരു പാത്രത്തിൽ. അങ്ങനെയാണ്, നല്ല എക്സ്പെൻസാണ്, നല്ല എക്സ്പെൻസാണ് ഭക്ഷണത്തിന്. ജീവിക്കുന്നവർക്കും അതിനേക്കാളും, കാരണം അവർ ജീവിക്കുന്നത് നമ്മളെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ അടുത്ത് നിന്ന് കിട്ട പൈസ കൊണ്ട് അവർ ജീവിക്കുന്നത്. പിന്നെ ഓഫീസിനായത് കാരണം ആൾക്കാർ കുറയും. അപ്പോൾ അവർക്ക് ഈ ഫുഡൊന്നും അവർക്ക് പൈസ കിട്ടുന്നത്. റെൻറ്റ് ചിലപ്പോൾ അവർ പറയും നിങ്ങൾ ഫുഡ് കഴിക്കുന്ന റെൻറ്റ് വേണ്ടെന്നൊക്കെ താഴെ നിന്നുള്ളവരൊക്കെ പറയും. പിന്നെ മേലെ എത്തുമ്പോൾ അവർക്ക് ഒന്നും ഒഴിവാക്കൂല അവർ. കാരണം അവർക്ക് ഈ സീസണിൽ അത്രയും ആൾക്കാർ പോലും. ഒരു ദിവസം ഒരു 4-5 ആൾക്കാരും അങ്ങനെയൊക്കെ ഒരു ഹോട്ടലിൽ ഉണ്ടാവും. ചിലപ്പോൾ 1-2 ആൾക്കാരേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഈ വരുമാനം അതാണ്. അപ്പോൾ പിന്നെ അവരെന്തായാലും നമ്മൾ കൊടുക്കണം, കാരണം അവർക്കും ജീവിക്കണമല്ലോ. അവിടുത്തെ ഒരു അത്രയും എത്ര എത്ര ഡിഗ്രി ആയിരുന്നില്ലേ? 16. അന്ന് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറുന്ന സമയത്ത് ആ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ -16 ആയിരുന്നു. രാത്രിക്കാണ് -24 ഒക്കെ വന്നിട്ടുണ്ടായി ആ ദിവസം. അതെങ്ങനെയാണ് തരണം ചെയ്തത്? എങ്ങനെ തരണം ചെയ്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കതിന് ഉത്തരവില്ല എന്ന് പറയാൻ. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, പിന്നെ 2 സ്വെറ്റർ തരും അവർ. അത് ഒന്നിട്ട് അതിൻ്റെ മേലെ 2 കൂടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഹിമാലയത്തിൻ്റെ അടിയിൽ പോയി, ഹിമാലയം നമ്മളെ മേലെ തലയൊക്കെ മീതെ ഹിമാലയം പോലും നമ്മൾ അതിൻ്റെ അടിയിൽ പോയി നിന്ന പോലെ ഉണ്ടാവും. അത്രയും വെയിറ്റായി കമ്പിളിക്ക്. എങ്ങനെയല്ലോ എന്നോട് ചുരുണ്ടി കൂടി കിടക്കും. അപ്പോൾ ആ സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തിരിച്ചു പോയാൽ മതി, വീട്ടിലെത്തിയാൽ മതി എന്നൊക്കെ? അല്ല, ലക്ഷ്യം എവറസ്റ്റ് ബേസ് ക്യാമ്പാണ്, അതിനപ്പുറം വേറെ ഒരു ലക്ഷ്യമില്ല. അത് അവിടെ എത്തിയിട്ട് മാത്രമേ ഉള്ളൂ എന്ത് കാര്യം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമല്ലേ, അതിനോട് എന്ത് സഹിക്കും. അപ്പം അവിടെ വെച്ചിട്ട് എന്തെങ്കിലും വയ്യായികയോ എന്തെങ്കിലും അസുഖങ്ങളോ വന്ന പോലെ കാണും, അത്രേ ഉള്ളൂ. ഒന്നും വന്നില്ല. കാരണം വരാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം എൻ്റെ ബോഡി ഞാൻ തന്നെ സേഫാക്കി വെക്കുമായിരുന്നു. ഒന്നാമത് ബ്രീത്താണ് അവിടെ മെയിൻ കാര്യം. അപ്പം നമുക്കത് തോന്നും, കാരണം സ്പീഡ് നടക്കുമ്പോൾ എന്തായാലും നമുക്ക് ശ്വാസം മുട്ടും. അപ്പോൾ ഒരു 4-5 ബ്രീത്ത് എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ 2-3 സ്റ്റെപ്പൊക്കെ വെക്കൂലും, മേലെ എത്തുമ്പോഴാണ്. അപ്പം പിന്നെ അങ്ങനെ ഞാൻ പോയതുകൊണ്ട് എനിക്ക് ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല. സാധാരണ നാംചെ ബസാറൊക്കെ എത്തുമ്പം അക്ലമറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പക്ഷേ എനിക്കത് വേണ്ടി വന്നില്ല. പുറത്ത് പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം എനിക്ക് അങ്ങനെ 80 ദിവസം കൊണ്ട് എത്തിയത്. അല്ലെ ഞാൻ 10-11 ദിവസം എടുത്തേനെ. എത്ര ദിവസം എടുത്തു മൊത്തം എവറസ്റ്റ് കയറാനായിട്ട്? സ്വാഭാവികമായിട്ടും 12 ദിവസമൊക്കെ എടുക്കും. പക്ഷെ എനിക്ക് അക്ലമറ്റൈസേഷന് ദിവസം കളയാത്തത് കൊണ്ട് 50 ദിവസം കൊണ്ട് എത്തിയത്. സാധാരണ നാംചെ ബസാറിലും പിന്നെ തെങ്പൂച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓരോ ദിവസം അവിടെ നിൽക്കണമായിരുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ നാംചെ ബസാറിലെത്തി ഒരു സന്ധ്യയൊക്കെ അവിടെ എത്തിയാൽ ആ ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം കുറച്ച് മേലെ പോയിട്ട് തിരിച്ച് അവിടെ തന്നെ വന്ന് താമസിക്കും. അന്ന് അവിടെ തന്നെ താമസിക്കണം. പിന്നെ പിറ്റേ ദിവസം അവിടെ നിന്ന് യാത്ര പോകലും. കാരണം അന്നേരം നമ്മൾ ആൾട്ടിറ്റ്യൂഡ് നമ്മളെ ബോഡി എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ താമസിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് വേണ്ടി വന്നില്ല. അതാണ് അപ്പോൾ കാരണം ഈ സ്ലോ വാക്കിങ് ആയിരുന്നു എനിക്ക് ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെയായിരുന്നു. തെങ്പൂച്ചയിലെത്തിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പോട്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നടക്കാൻ പറഞ്ഞു. ഈ ഇതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലൊക്കെ സ്റ്റേ എങ്ങനെയായിരുന്നു? എല്ലായിടത്തും സ്റ്റേ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 6-7 മണിക്കൂർ നടന്ന്
രാവിലെ ഇപ്പോൾ ഒരു 7:30 മണിക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, 7-8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ 11 മണിക്കൊക്കെ എത്തും. അങ്ങനെ എത്തുവാണെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ നടന്നിട്ട് എത്തുമെങ്കിൽ മാത്രമേ അവർ പോർട്ടർ പറയും നമുക്ക് നടക്കാൻ പറയും. അതല്ല ഇത്രയും സമയം കൊണ്ട് എൻ്റെ സ്ലോ വാക്കിങ് കാരണം ഒരാൾ 2 മണിക്കൂർ കൊണ്ട് നടക്കാൻ ഞാൻ 4 മണിക്കൂർ എടുക്കും. അങ്ങനെയാണെങ്കിൽ ആ ദിവസം അവിടെ എത്തുമ്പോൾ ഇരുട്ടായി പോകും. അപ്പോൾ അയാൾ പറയും ഇന്ന് പോയാൽ ശരിയാവില്ല, അവിടെ എത്തൂല. കാരണം വേറെ താമസിക്കാൻ സ്ഥലമില്ല, അവിടെ ഇടയ്ക്കൊന്നും വേറെ സ്ഥലമില്ല. അപ്പം ഇന്ന് പോകണ്ട, ഇവിടെ താമസിക്കാൻ പറയും. അതല്ല എത്തുന്നുള്ള ഒരു ഉറപ്പയാൾക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നടക്കാൻ പറയും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത്? മീൻസ് ഇന്ന സ്ഥലത്ത് പോകണം, എന്നിട്ട് അടുത്ത സ്ഥലത്ത് പോകണം, അതൊക്കെ ഇവിടുന്ന് പഠിച്ചിട്ടല്ലേ പോകുന്നേ. എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അതെ, എത്രയൊക്കെ ഡെസ്റ്റിനേഷൻ ഉണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഐറ്റിനറി എല്ലാം നമ്മൾ നോക്കിയിട്ട് എവിടെ ഇറങ്ങണം, എവിടെ കയറണം എല്ലാം പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അത്രയും നാളത്തെ പ്രിപ്പറേഷൻ ആണ് ശരിക്കും എവറസ്റ്റ് കയറിയെന്ന് വേണമെങ്കിൽ പറയാല്ലേ. അത് കയറി കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു? എൻ്റെ പൊന്നെ സന്തോഷമാണോ. അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗുരക്ഷേപ്പാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ -24 രാത്രിയൊക്കെ തണുപ്പ്. പിറ്റേന്ന് രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പം നമ്മൾ നടക്കണം എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക്. എല്ലാ ലഗേജൊക്കെ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ഓൺലി വെള്ളം, ഒരു ചോക്ലേറ്റ്, പിന്നെ 2 മുട്ടയൊക്കെ പുഴുങ്ങിയത് വാങ്ങിയത് എടുത്തിട്ടായിരുന്നു നമ്മൾ പോയത് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ ഗുരക്ഷേപ്പിൽ 2 മണിക്കൂറേ വേണ്ടൂ EBCയിലേക്ക്. മീൻസ് അത്രയും ഇവനെ പോലെയൊക്കെ പെട്ടെന്ന് നടക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ. അപ്പം പിന്നെ അതായത് നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ 2 മണിക്കൂറേ വേണ്ടു. ഇപ്പം ഞാനാണെങ്കിൽ സ്ലോ ആക്കിയും കഴിഞ്ഞാൽ 4 മണിക്കൂർ എടുത്തി, 12 മണിക്ക് അവിടെ എത്തി. അങ്ങനെ അപ്പം പിന്നെ അവിടെ എത്തി പകുതി അവിടെ എത്തുന്നതിന് കുറച്ച് മുന്നേ പോർട്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും തോന്നുന്നില്ല, നടക്കാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം നല്ല കയറ്റാ, വലിയ വലിയ പാറ, പിന്നെ നടക്കുമല്ലോ, വലിയ വലിയ പാറകളും ഒക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്. ചില സ്ഥലത്തിൽ ഇത്രേ വഴി ഉണ്ടാവില്ല, അത് ശരിക്കും നമ്മൾ വെച്ചില്ലെങ്കിൽ അങ്ങെടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നോട് പോർട്ടർ പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പോകാനാ, അത് പറ്റൂല, എനിക്ക് എന്തായാലും EBC പോയേ പറ്റൂ, എന്ത് സംഭവിച്ചാലും ശരി, നമുക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചും കൂടെ നടന്ന് അവിടെ എത്തുമ്പോൾ സങ്കടമാണോ സന്തോഷമാണോ ഒന്നും പറയാൻ പറ്റൂല, അങ്ങനെ ഇരുന്നത്. ഒരു പ്രത്യേക ഫീലാണ്, നമുക്കത് പറയാൻ പറ്റൂല എങ്ങനെയായിരുന്നു ആ മാനസികാവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഒരു കിളി പോയി എന്ന് പറയില്ല നമ്മൾ, ഒരവസ്ഥയായിരുന്നു അവിടെ എത്തുമ്പോൾ. അവിടെ നിന്ന് അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ എന്താ തോന്നുന്നത്? തിരിച്ച് ഇറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അവിടെ എത്തി നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ പിന്നെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചുമ്മാ ഒന്ന് നമ്മളെ കേരള മുണ്ട് വേഷ്ടി ഉണ്ടല്ലോ, കേരള സാരി, അത് ഇവിടുന്ന് പിന്നൊക്കെ സെറ്റാക്കിയിട്ട്, കാരണം ഭയങ്കര കാറ്റാ, ശരി കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല എനിക്കത്. എന്നാലും ജസ്റ്റ് ഒന്ന് കൊടുത്തപ്പോൾ വേഗം പിന്നെ കുത്തിവെച്ചതുകൊണ്ട് പറന്നു പോയില്ല. പിന്നെ ഫ്ലാഗും നല്ല കാറ്റാ അവിടെ. ഫ്ലാഗ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്? എല്ലാം കൊണ്ടുപോയതാ, എല്ലാം കരുതി കൂട്ടിട്ടാ പോയി. ആണോ, ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും പിന്നെ EBCയിൽ എത്തുവാണെങ്കിൽ എന്തായാലും എനിക്ക് വേസ്റ്റ് കൊണ്ടുകൊടുത്ത് എനിക്ക് ഫോട്ടോ എടുക്കണം, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയതാ. അപ്പോൾ അവിടെ എത്തി അതൊക്കെ എടുത്ത് പോർട്ടർ ഫോട്ടോ ഒക്കെ എടുത്തു വന്നു. പിന്നെ അവിടുന്ന് ഒരു മുട്ടൽ ഒരു മുട്ട കഴിക്കാൻ തോന്നുന്നുണ്ടായിട്ടില്ല അന്നേരം. വിശക്കുന്നുണ്ടെങ്കിലും കൂടി ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു മുട്ട എങ്ങനെയല്ലോ കഴിച്ച് ബാക്കി ഒരു മുട്ട എടുത്ത് ബാഗിൽ വിട്ടിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങി. സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ, ഞാൻ എത്തിയല്ലോ എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ നല്ല നടക്കോ സ്പീഡ് നടക്കോ ഒരു പ്രശ്നമില്ല, പിന്നെ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും എത്തിയാൽ മതി, ഇട്ടതിന് മുന്നേ എത്തിയാൽ മതി. അപ്പം തിരിച്ച് എത്തുമ്പോഴേക്കും നല്ല ഇരുട്ടായി. എൻ്റെ മേത്തും അത് എത്ര ദിവസം എടുത്ത് തിരിച്ചിറങ്ങാൻ? 4 മണിക്കൂർ. 4 മണിക്കൂറുള്ളൂ അങ്ങോട്ട് ഇപ്പോൾ 4 മണിക്കൂർ എടുത്തല്ലോ ഞാൻ. പിന്നെ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്താൻ 4 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും ഒരു ഏകദേശം 6-7 മണിയായി. എൻ്റെ തലയിൽ മൊത്തം മഞ്ഞും ഒക്കെ ആയിട്ട് ഇരുട്ടായിരുന്നു. അതൊരു അനുഭവം നമുക്ക് ഒരിക്കലും ഇവിടെ പോയാലും കിട്ടൂല, അത്രക്കൊരു അനുഭവമാണത്. ഇനി ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം അതാ? ഇതേപോലെ ബക്കറ്റ് ലിസ്റ്റിൽ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ചൈന വൻമതിൽ. അത് നമ്മൾ ചെറുപ്പത്തിലേക്ക് കേട്ട് അറിയുന്നതാണ്.
അടുത്ത ലക്ഷ്യം അതാണ്. ഈ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി എത്ര സ്ഥലങ്ങളുണ്ട്? ലോകം മുഴുവൻ കാണുന്ന ആഗ്രഹമാണ്. ലോകം മുഴുവൻ കാണണമെന്നാണ് ആഗ്രഹം. ലോകം മുഴുവൻ കാണണം എന്നാണ് ആഗ്രഹം. അത് സാധിക്കും തോന്നുന്നുണ്ട്. ഇപ്പോ സാധിക്കുന്ന എൻ്റെ വിശ്വാസം. സാധിപ്പിക്കണം. അപ്പോഴും ഈ തയ്യൽ കാശ് കൊണ്ടിട്ട് കിട്ടും അതിനുള്ള പറ്റുമായിരിക്കും. നമ്മുടെ എന്താണ് ആഗ്രഹം, നമ്മൾ അതിനോട് പരിശ്രമിക്കുക, അപ്പൊ പറ്റുമായിരിക്കും. നമ്മൾ നിലവിൽ ഇപ്പൊ പോയതും ഒരു വളയും മാലയും മണയും വെച്ചിട്ടാണല്ലോ. ഇനി അത് തിരിച്ചെടുത്തിട്ട് പിന്നെയും ഇതുപോലെ ആവശ്യം വന്നാൽ അത് വെക്കും. പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെ എവറസ്റ്റിന്റെ ഒരു ഫോട്ടോ കണ്ടതുപോലെ അടുത്ത കാണാൻ പോകുന്നത് ചൈന വൻമതിലിന്റെ ത്രില്ലിംഗ് ആയിട്ട് എങ്ങനെയായിരിക്കും ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. എന്നാലും അതിനുവേണ്ടി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഞങ്ങള്? അതിപ്പം എനിക്കൊന്നും പറയാൻ പറ്റൂല. എത്രയും വേഗം പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ വീഡിയോ എല്ലാം ഒന്ന് സെറ്റായി യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ അപ്പം തന്നെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എത്രയും വേഗം പോകണം. മക്കൾ ഇതിനു വേണ്ടി സഹായിക്കില്ലേ? അവർ കുറച്ചൊക്കെ സഹായിക്കും. കാരണം അവർക്ക് അത്രയൊക്കെ വരുമാനം ഉള്ളൂ. അവർക്കും എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ. അപ്പോൾ നമ്മളതിന് തടസ്സം നിൽക്കരുതല്ലോ. അവര് പറഞ്ഞിട്ടുണ്ട് അമ്മ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും കൂടി കൂടെ വരാം, അല്ലെങ്കിൽ ഞാനും കൂടി വരാം. ഇല്ല, എവറസ്റ്റ് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല. കാരണം അവർക്ക് പറ്റൂല. ഇത് നടക്കാനൊന്നും അവർക്ക് ആവൂല. നടക്കണം. ഇത്രയും ചെറുപ്പമായ മക്കൾക്ക് പറ്റില്ല. പറ്റൂ. കാരണം നിങ്ങളെപ്പോലത്തെ ആൾക്കാർ മക്കൾ തന്നെ ഇത് ടൗണിൽ പോകണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോകുന്ന ആൾക്കാരാണ്. നടക്കാൻ ഭയങ്കര മടിയാ. അതാണ്. പക്ഷെ ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ എന്തോരം വെയിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നടന്നിട്ട് ടൗണിൽ നിന്ന് വരത്തുള്ളൂ. പണ്ടത്തെ മരിച്ചിനി അതൊക്കെ അതിൻ്റെയൊക്കെ പവർ തന്നെയല്ലേ. കാരണം അങ്ങനെയാണ് ഇഷ്ടം. കഴിയുന്നതും ആ പൈസ സേവ് ചെയ്യുക എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്നാലും എനിക്ക് യാത്ര പോകാൻ പറ്റും. വെറുതെ ഓട്ടോന് 30 രൂപ കൊടുത്ത് 2 പ്രാവശ്യം പോകുമ്പോൾ 60 രൂപയായില്ലേ. 3 പ്രാവശ്യം പോയാൽ 100 രൂപയായോ. അതെനിക്ക് സേവ് ചെയ്ത് വെച്ചാൽ എനിക്ക് അതിൻ്റെ കൂടെ പിന്നെ 100 രൂപ 200 രൂപയായില്ലേ. അങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം കൂടി എങ്ങനെയൊന്ന് ഹാൻഡിൽ ചെയ്യുന്നത്? പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ അമ്മമാരൊക്കെ ഭയങ്കര കഴിവുള്ള ആൾക്കാരാ. നമുക്ക് ആവശ്യമുള്ള എല്ലാം മേടിച്ചും തരും, അതോടൊപ്പം അവർ സേവും ചെയ്ത് വെക്കും. 100 രൂപ കിട്ടിയാ 25 രൂപയ്ക്ക് സാധനം മേടിച്ചു തരും, സേവും ചെയ്ത് വെക്കും. ഞാൻ ചില അത്യാവശ്യ സാധനങ്ങളെ വാങ്ങുള്ളൂ. ഇങ്ങനെ വെറുതെ ലാവിഷായിട്ടൊന്നും ഞാൻ വാങ്ങില്ല. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങും. പിന്നെ മക്കൾ വന്നാൽ അവർ പിന്നെ ലാവിഷായിരിക്കും. പിന്നെ അവർ പോകുമ്പോൾ എനിക്ക് എല്ലാ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ പോകുന്നുണ്ട്. അതിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് വാങ്ങണ്ട. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ തയ്യൽ ജോലിക്ക് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. കാര്യം ഇപ്പൊ എല്ലാവരും ഓൺലൈൻ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാറാണ്. തയ്ക്കുന്നത് കുറവാണ്. എന്നാലും കിട്ടും. എന്നാലും കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. എനിക്കങ്ങനെ നിരാശയൊന്നും തോന്നിയിട്ടുണ്ടായില്ല. എന്തായാലും എനിക്ക് കിട്ടുന്ന നല്ല പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇനി വരുമ്പോൾ എത്ര ടൈലർമാർ വന്നാലും ഇനി എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് കിട്ടും. അതാണ് എനിക്ക് കിട്ടുന്ന മറ്റൊരാൾക്ക് കിട്ടും. പക്ഷെ മറ്റൊരാൾക്ക് കിട്ടുന്നത് എനിക്കും കിട്ടൂല. എനിക്ക് എന്താണോ കിട്ടാനുള്ളത് അതെനിക്ക് കിട്ടും. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എവിടുന്ന ഇത്രയും വലിയൊരു പോസിറ്റീവ് മൈൻഡൊക്കെ കിട്ടുന്നേ? അനുഭവത്തിലൂടെ പഠിച്ചതാ. കാരണം കുട്ടിക്കാലം തൊട്ടേ നല്ല സാമ്പത്തിക പരാധീനതയിൽ ജീവിച്ച ആളാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ടറിയാം. അതാണ്. അത്രയും അധ്വാനിച്ചിട്ടുണ്ട്. കുഞ്ഞുനാൾ തൊട്ടേ 10ാം ക്ലാസ് തൊട്ട് 10ൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ അമ്മേൻ്റെ കൂടെ പണിക്കൊക്കെ പോകുമായിരുന്നു. ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ അന്നേരമൊക്കെ നമ്മൾ വീടുകളെടുക്കുമ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ ചുമന്ന് കൊണ്ടുപോകണം. ആ പണിയൊക്കെ ഉണ്ടല്ലോ, കല്ലെടുത്തൽ മണ്ണെടുത്തൽ. പിന്നെ ഇങ്ങനെ കൊയ്യാൻ പോവില്ലേ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല. അങ്ങനെ അധ്വാനിച്ചൊരു ശീലം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും അധ്വാനിക്കും. അത് വിഷയമല്ല. ഇപ്പം കഷ്ടപ്പാടിൻ്റെ വില അറിഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതല്ലേ. അതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തോരം പ്രതിസന്ധികളുണ്ടോ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ തരണം ചെയ്ത് പോകണം. അതിൻ്റെ പരിഹാരം നമ്മൾ കണ്ടെത്തണം. എന്ത് പ്രശ്നം നമുക്കുണ്ടായാലും. അതാണ് എനിക്ക് ഈ മക്കളോടൊക്കെ പറയാനുള്ളത്. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ തലമുറകളില്ലേ, അവർക്കെന്ന് വെച്ചാൽ ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേക്കും അവർ ഫസ്റ്റ് സൂയിസൈഡ് അല്ലെങ്കിൽ വേറെന്തൊക്കെ ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളതിനെ നല്ല രീതിയിൽ ആലോചിച്ച് യുക്തിപൂർവ്വം നമ്മളതിനെ തരണം ചെയ്യണം. അതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒന്ന് കേട്ടോ എന്തെങ്കിലും ഒന്ന് കണ്ട് അപ്പം എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ആ ഒരു ജീവിതം നമുക്കുള്ളൂ. ആ ജീവിതം നമ്മൾ
നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. അതാണ് അവിടെയാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. അല്ലാതെ 10ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടിയതുകൊണ്ടോ അതൊന്നും ഒരു വിജയമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയം കണ്ടെത്തണമെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ നേരിട്ട് തന്നെ പരിഹരിക്കണം, അതെ, മുന്നോട്ട് പോകണം. അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും പറ്റാത്തതും അത് തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു റീസൺ ആയിരിക്കും ഇതും. ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു കാരണമാണ് ഇതും. എന്നതാടിയത് എന്തിനാ? ചേച്ചി ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളുടെ കാലഘട്ടത്തിൽ ചെറിയ വിഷമം പോലും സഹിക്കാൻ പറ്റാത്ത പിള്ളേരാ. അങ്ങനെ പാടില്ല മോളെ. എന്തും നമ്മൾ അതിന് പരിഹാരം ഇപ്പം ഈ ലോകത്തിൽ ഒന്നിനും പരിഹാരം ഇല്ലാണ്ടില്ല, എല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കണം. അതാണ്. അല്ലാതെ ഒറ്റയടിക്ക് ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇല്ല. ഈ ലോകത്ത് എന്തിനാ പരിഹാരം ഇല്ലാത്ത? എല്ലാത്തിനും എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതെ. പക്ഷെ അത് ആ പരിഹാരം കണ്ടുപിടിക്കുക ചിലപ്പോൾ 1-2 ദിവസം എടുത്തു എന്ന് വരുന്നത്. ചിന്തിക്കുക എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ചിന്തിക്കുക, മൈൻഡ് കൂളാക്കി ചിന്തിക്കുക. അതാണ് വേണ്ടേ. ഞാനൊക്കെ എന്തോ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ 10 വർഷം മരിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഉറപ്പായിട്ട് കേൾക്കുമ്പോൾ തമാശ. എല്ലാവർക്കും നമ്മളൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാല്. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ അതൊക്കെ ഇത് പറയുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ എന്തൊക്കെ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ അതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ തരണം ചെയ്ത് എൻ്റെ മൈൻഡിനെ തന്നെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുമായിരുന്നു. ബി സ്ട്രോങ്, ഒന്നിലും തളരാൻ പാടില്ല എന്ന് എൻ്റെ മനസ്സ് ഞാൻ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ഒരിക്കലും തളരരുത്, പതറരുത്, ഇടറരുത്. ഇനി പതറത്തില്ല, ഇനി തളരത്തില്ല. ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമ്മൾ വിജയിച്ചിട്ട് നമ്മൾ ജീവിക്കണം. സൂപ്പറായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇനി ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ? എൻ്റെ പൊന്നെ, മോളോട് ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാർ ഇപ്പം ഞാൻ പറയാം, മരം കൊണ്ടാണ് അവർ പ്ലൈവുഡൊക്കെ കൊണ്ടാണ് അവിടെ വീടുണ്ടാക്കുന്നത്. അവരെ പ്ലൈവുഡ് എങ്ങനെ കൊണ്ടുപോകുന്നറിയാമോ? പുറത്തിങ്ങനെ വെച്ചിട്ട് ഇത്രയും വലിയ മരം പ്ലൈവുഡ് പുറത്ത് വെച്ച് ഇവിടെ ഒരു തുണി കെട്ടി ഇങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്. അതും ഈ മലയൊക്കെ മുകളിൽ കയറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ അവരൊക്കെ എന്തോരം പ്രാവശ്യം മരിക്കേണ്ടതായി. നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, അവർക്ക് മരിക്കാൻ പാടില്ലേ? സത്യം. കാരണം അവരുടെ ജീവിതം കാണും നമ്മളാണ് ഒരു ഇമ്പ്രസാമി എല്ലാം ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പോ നമ്മൾ. ഒന്ന് പോകണം കേട്ടോ എവറസ്റ്റിൽ. ഉറപ്പായിട്ട് പോകണം. പിന്നെ ഒരിക്കലും മരിക്കാൻ തോന്നൂല. സത്യം. നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ കൂടുതൽ എനർജറ്റിക്കായി ജീവിക്കണം തോന്നും അവരത് കണ്ടിട്ട്. അത്ര റിസ്ക്കായിട്ട് അവരവിടെ ജീവിക്കുന്നത്. അത് ഈ തണുപ്പായിരിക്കും ഒരു വിഷയം അല്ലെങ്കിലും കൂടി. ഈ മല കയറൽ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ. ഈ ഇത്രയും ഭാരം താങ്ങി ഒരു മല കയറുമെന്ന് വെച്ചാൽ എന്ത് റിസ്ക് ആണെന്ന് ആലോചിച്ച് നോക്കി. അവരെന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? ജീവിക്കാൻ അല്ലേ. അവരെന്തിനാ അത് കൊണ്ടുപോകുന്നത്? വീടെന്തിനുണ്ടാക്കുക? നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് താമസിച്ചവർക്ക് അപ്പോഴാണ് അവർക്ക് വരുമാനം കിട്ടുന്നത്. ആ വരുമാനം കൊണ്ടാണ് അവർക്ക് ജീവിക്കാൻ. അപ്പോൾ അവർക്ക് ചിന്തിക്കാൻ പാടില്ലേ, എനിക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ജീവിതം ക്ലോസ്. എന്തെങ്കിലും സംഭവിക്കുമോ ഈ ലോകത്ത്? നമുക്കാർക്കും അങ്ങനെ ഒരു വീടുണ്ടാവുമോ അവിടെ പോയി താമസിക്കാൻ? ഇല്ലല്ലോ. അപ്പോൾ അവർ ഇത്രയും റിസ്ക് എടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മളെ സ്നേഹിക്കുക ആദ്യം. അവനവനെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അത് തച്ചുടച്ച് കളയരുത് മക്കളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പൊന്നെ, എനിക്കൊന്ന് ആലോചിക്കാൻ വയ്യ കേട്ടോ. എനിക്ക് ഈ പ്രായത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരാളാണ് ചേച്ചി. അത് 99 വയസ്സിൽ ഇത്രയും സന്തോഷത്തിൽ പ്രൗഡ് ഓഫ് യു ചേച്ചി. താങ്ക് യു. അപ്പോൾ ചേച്ചി ഇപ്പം വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മക്കള് പുറത്താണ്, വല്ലപ്പോഴൊക്കെ വരും. ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒറ്റയ്ക്കാണ് അടിപൊളി എല്ലായിടത്തും അല്ലേ? ഒറ്റയ്ക്കാണ് നല്ലത്. കാരണം മറ്റുള്ളവർ വേണ്ടെന്നല്ല, വേണം. ബട്ട് നമ്മുടെ ലൈഫ് അങ്ങനെ സാഹചര്യം വന്നാലേ അങ്ങനെ വന്നതുകൊണ്ടാണ് നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നേ. കാരണം അവർക്ക് ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല, അവർക്ക് അവിടെ ജോലിയാണ്. പിന്നെ ഇളയ കുട്ടിക്കാണെങ്കിൽ അവിടെ അവന് ജോലിയാണ്. അവർ വല്ലപ്പോഴൊക്കെ വരുന്നു, പിന്നെ ഒരു ആഘോഷത്തിനൊക്കെ വരുന്നു. അവരവരുടെ
നമ്മൾക്ക് അവരെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ ജീവിതം വലുതാണ്. അതെ. എനിക്ക് എൻ്റെ ജീവിതം പോലെ അവർക്ക് അവരുടെ ജീവിതം വലുതാണ്. നമ്മളവരെ അവരെ പാട്ടിന് വിട്ടേക്കണം. അല്ലാതെ പറഞ്ഞത് താമസിക്കുമായിരിക്കും, ഞാൻ ഒറ്റക്കാന്ന് മക്കളെ ഇവിടെ താമസിക്കുക പറഞ്ഞാൽ, പക്ഷെ അവരുടെ ലൈഫ് അവർക്ക് പോകുന്നത്. ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ ലൈഫ് കളഞ്ഞു വിളിക്കരുത് നമുക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ബി സ്ട്രോങ്. ഒറ്റക്കാണോ ഒറ്റക്ക്, എന്നും ഒറ്റയ്ക്ക്. നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ അല്ലേ, നമ്മുടെ കൂടെ ആരും കാണില്ല. ഇല്ല. എവിടെ പോകാനായാലും അവിടെയൊക്കെ ചോദിക്കും വരുന്നുണ്ടോ, ഇല്ല. ഇല്ലേ വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളും. ആ മെൻറ്റാലിറ്റിയാണ് നമുക്ക്. ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. പിന്നെ തീർച്ചയായും പഠിക്കണം. ഇപ്പോഴുള്ള എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. ഒരാളില്ലെങ്കിൽ പറ്റില്ല, ഇന്ന ചെറിയ അപ്പുറത്ത് പോകാനായാലും കൂടെ ആരും ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള. അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടാവുമെന്ന് ചിന്തിക്കണം. ഇപ്പം മറ്റുള്ളവരുണ്ടായാൽ തന്നെ അവർ പകുതിക്ക് വെച്ച് അങ്ങ് പോകും. അതെ. പിന്നെ നമ്മൾ ഇന്ന് ഒറ്റക്ക് തന്നെയാണ്. നമ്മുടെ ലൈഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ മാത്രം വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? കൂടെയുള്ളവർ ഞാൻ ഈ വഴിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയാൽ നമ്മൾ ഒറ്റക്ക് തന്നെയല്ലേ. ഉറപ്പായിട്ടും. തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അവിടെയാണ് ജീവിത വിജയം കിടക്കുന്നത്. ലൈഫ് ഈസ് സക്സസ് ആവണം കേട്ടോ. ലൈഫ് ഈസ് എ സക്സസ്ഫുൾ സ്റ്റോറിയാക്കി നമ്മൾ മാറ്റണം. അതാണ് കഴിയുന്നതും. അതാണ് നമ്മളെക്കൊണ്ട്. നമുക്കിപ്പം പറയാൻ പറ്റില്ല, നാളിപ്പം സംഭവിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് നമ്മുടെ മനസ്സിൽ എൻ്റെ ജീവിതം എനിക്ക് സക്സസ് ആക്കിയേ പറ്റൂ എന്ന് നമ്മൾ സ്വയം ഉറപ്പിച്ചങ്ങ് ചിന്തിക്കണം. അപ്പോൾ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടാവും. സത്യം എനക്കത് നല്ല അനുഭവത്തിലുണ്ടായത്. കാരണം ഒന്നാമത് നമ്മളിപ്പം ജർമ്മൻ, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഒരിക്കലും അറിയാത്ത ഒരാളാണ് അവർ. ഇപ്പം അവരെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഈ ലുക്കളയിലേക്ക് ഞാൻ ദിവസേന തിരിച്ച് ഹോട്ടലിൽ പോകും, പിന്നെ ലുക്കളയിൽ പോകും, പിന്നെ തിരിച്ച് ഹോട്ടലിൽ പോകും. അപ്പോൾ 3-4 ദിവസം എനിക്ക് അങ്ങനെ പോയി കിട്ടും. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചാണ് സെല്ലേരിലേക്ക് എനിക്ക് വരണം. ആ വഴി എനിക്ക് ഒന്ന് കറങ്ങണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംഭവിച്ചു ബിക്കോസ് ഓഫ് യൂണിവേഴ്സ്. അതാണ് നമ്മുടെ ആഗ്രഹം. എന്താണ്? അതിന് ഹെലികോപ്റ്റർ അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം $17,000 കൊടുത്ത് എനിക്ക് $1.25 ലക്ഷം എനിക്ക് ഒറ്റക്ക് പോകുമായിരുന്നു. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഒരാൾ ഷെയർ കിട്ടിയിരുന്നെങ്കിൽ ചിന്തിച്ചായിരുന്നു. അപ്പോഴാണ് ആ സമയത്ത് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അത് ആത്മാർത്ഥമായി ആഗ്രഹിച്ച യൂണിവേഴ്സ് ഉണ്ടാവും എന്നുള്ളത് കറക്റ്റാണെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. മനസ്സിലായില്ലേ? ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കണം, ചിന്തിക്കണം, ആഗ്രഹിക്കണം. അതാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും ലൈഫ് ഒരു സക്സസ്ഫുൾ സ്റ്റോറിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഉറപ്പായിട്ടും. അപ്പോൾ ചേച്ചി അടുത്ത ആഗ്രഹം ചൈന വൻമതിൽ കാണാൻ കുറച്ചും കൂടെ നേരത്തെ കണ്ടതേ ഉള്ളൂ. ഷെറിൻസിൻ്റെ വ്ളോഗ്. ചങ്ങായി ചൈന മതിലൊക്കെ പോയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ പൊന്നെ ഞാനാണ് അവിടെ നിൽക്കുന്നത് തോന്നിപ്പോയി. ഷെറിന് പറയും ഞാനാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അയ്യോ അടിപൊളി. അപ്പോൾ ഇനി എന്തായാലും ചേച്ചീനെ ആ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ ഇടവരട്ടെ. ഇതുപോലെ എവറസ്റ്റ് കയറിയ ആ ഒരു ഫോട്ടോ പോലെ ചൈന വൻമതിലിന്റെ ഫ്രണ്ടിൽ നമ്മളായിട്ട് സാരി ഉടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരിക്കും. ചേച്ചിക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റട്ടെ, എനിക്ക് വീണ്ടും ഇവിടെ തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു. ചേച്ചി ഇത്രയും നേരം സന്തോഷിച്ച് ഒരുപാട് പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്ര നല്ലൊരു ഫീൽ കിട്ടിയിട്ടില്ല. അയ്യോ, അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിച്ചു. ഓക്കെ മക്കളെ, ആയിക്കോട്ടെ, സന്തോഷം. ആയിക്കോട്ടെ.